കാഴ്ചകളുടെ വർണ്ണങ്ങളുടെ നാദങ്ങളുടെ വിസ്മയമായ ഈ തൃശ്ശൂർ പൂരത്തിന്റെ കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോഴും കണിമംഗലം ശാസ്താവിന്റെ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്താണ്, പൂരങ്ങളുടെ സമ്മേളനമാണ് തൃശ്ശൂർ പൂരം എന്ന് നമുക്കറിയാം. ഇതിലേറ്റവും പ്രധാനം ഈ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. കണിമംഗലം ശാസ്താവിന്റെ ഈ എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ എഴുന്നള്ളത്ത് എത്താറായിരിക്കുന്നു. അവിടെ നിന്നും കിരൺ കുമാർ ചേരുകയാണ്. ഒപ്പം തിരുവമ്പാടി ക്ഷേത്രത്തിലും തിരുവമ്പാടി ഇറക്കത്തിലെ വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. ആദ്യം കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഘടകപൂരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത്. കണിമംഗലത്ത് നിന്നും ആ ശാസ്താവിന്റെ എഴുന്നള്ളത്തോടെ തന്നെയാണ് ഈ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നതോടെ തന്നെയാണ് പിന്നീട് നമുക്കറിയാം എത്ര കണ്ടാലും മതിവരാത്ത, എത്ര കേട്ടാലും മതിവരാത്ത, എത്ര ആസ്വദിച്ചാലും മതിവരാത്ത കാഴ്ചകളുടെയും നാദത്തിന്റെയും ആ ഒരു മനോഹര കാഴ്ചകൾ തന്നെയാണ് ഈ എഴുന്നള്ളത്തിന്റെ, കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് എവിടെ വരെയാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാടാ തൃശ്ശൂർ പൂരം ഏതായാലും ഇന്ന് എല്ലാ മലയാളികളുടെ കാതും കണ്ണുമൊക്കെ ഉറ്റുനോക്കുന്നത് തൃശ്ശൂരിലേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവമ്പാടി ക്ഷേത്രത്തിലാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ മടത്തിൽ വരവ് ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള പുറപ്പാട് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. തൃശ്ശൂരുകാരെല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടെ തന്നെ കാത്തിരിക്കുകയാണ് ഇന്നത്തെ ഓരോ ഉത്സവത്തിലെ ഓരോ പ്രധാന ഘടകങ്ങളും കാണുന്നതിന്, കേൾക്കുന്നതിന്, ആസ്വദിക്കുന്നതിന് വേണ്ടി പൂരപ്രേമികളെമ്പാടും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ചടങ്ങ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പറ വെച്ചിട്ടുണ്ട്. ആ പറ വയ്ക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് എന്നുള്ളതാണ്. ഇവിടെ നിന്നും ഈ പൂരപ്പുറപ്പാടുമായി തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പുമായി ദേവസ്വം മഠത്തിലേക്കാണ് ആദ്യം എഴുന്നള്ളത്ത് നടക്കുക. ആ ദേവസ്വം മഠത്തിലെ എഴുന്നള്ളത്ത് എത്തുന്ന ശേഷമാണ് പിന്നീട് പൂരത്തിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ മഠത്തിൽ വരവ് ആരംഭിക്കുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഭക്തരുടെ, വിശ്വാസികളുടെ വലിയ ഒരു തിരക്ക്. പൂരപ്രേമികളും മറ്റുമൊക്കെ അതിരാവിലെ തന്നെ കുളിച്ച് തൊഴുത് അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെല്ലാം ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ വിശ്വാസപൂർവ്വം തന്നെ ആ ദിവസത്തെ തുടക്കം കുറിക്കുകയാണ്. ദൃശ്യങ്ങളിൽ ഈ പറ വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വിശ്വാസികളും ആ വിശ്വാസപൂർവ്വം തന്നെ പറ വയ്ക്കുന്നതും മറ്റുമൊക്കെ ചടങ്ങുകൾ നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കും. ഇത്തവണത്തെ പൂരം ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ആവേശം വളരെ അധികമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ചേട്ടാ, എങ്ങനെയാണ് ഈ ചടങ്ങുകൾ, എങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങുകൾ? ഇപ്പോൾ ഞങ്ങളുടെ മഠത്തിലേക്കുള്ള പോക്ക് ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 7:30 എഴുന്നള്ളിക്കും. തിരുവമ്പാടി അർജുനാണ് കോലം. 11:30 കൂടിയിട്ടാണ് വിശ്വപ്രസിദ്ധമായ മഠത്തിൽ വരവ് ആരംഭിക്കുക. അവിടുന്ന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ അതിന് കോലേൽക്കും. കാണാൻ സാധിക്കും അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ ഉള്ളത്. കാലാവസ്ഥയും വളരെ അനുകൂലമാണ്. അപ്പോൾ എല്ലാ നല്ലവരായ പൂരപ്രേമികളെയും ഒരിക്കൽ കൂടി ശക്തൻ്റെ തട്ടകത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ പഞ്ചവാദ്യം മഠത്തിൽ വരവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ പഞ്ചവാദ്യത്തിന് ആരാണ് നേതൃത്വം നൽകുന്നത്? എന്താണ് അതിൻ്റെ? പഞ്ചവാദ്യത്തിന് കലാകാരന്മാരാണ്. കോങ്ങാട് മധുവാണ് പഞ്ചവാദ്യത്തിൻ്റെ പ്രമാണി. അദ്ദേഹത്തിൻ്റെ 7ാം വർഷമാണ്. വളരെ കലാകാരന്മാരാണ് മഠത്തിൽ വരവിൽ. 80-ൽ പരം കലാകാരന്മാരുണ്ടായിരിക്കും. അതേമാതിരി തെക്കോട്ടിറക്കത്തിന് തിരുവമ്പാടി ക്ഷേത്രത്തിലെ തന്നെ രമേശന്മാരാണ് പ്രമാണം. 60-ൽ പരം കലാകാരന്മാർ അതിനുണ്ടായിരിക്കും.
പറവയ്ക്കുന്ന ചടങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണോ? ഈ കൊടിക്കൽ പറ, അതായത് കൊടിമരത്തിന്റെ ചുവട്ടിൽ പറ വയ്ക്കുന്നത് വളരെ ഐതിഹ്യം. കൊല്ലത്തിൽ പറ നിറയ്ക്കുന്നത് വളരെ ഐതിഹ്യമായിട്ടാണ് എല്ലാ വീട്ടുകാരും കാണുന്നത്. അപ്പോൾ ഇവിടെ നാട്ടിലുള്ളവരുകളിൽ വെയിലും മഞ്ഞുമേൽക്കാതെ കണിമംഗലം ശാസ്താപിത വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഓരോന്നായി ചെറുപൂരങ്ങളുടെ വരവാണ്. കാരമുഖ ഭഗവതി, ലാലൂർ ഭഗവതി, പനക്കാമ്പള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്തിയായനി ഭഗവതി, ചെമ്പുക്കാവ് ഭഗവതി, ഇങ്ങനെ 6 ദേവിമാരും 2 ദേവന്മാരും വടക്കുംനാഥനെ വടങ്ങും. ഇതിൽ ഇതാ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ വടക്കുംനാഥന്റെ മുന്നിൽ ഈ കണിമംഗലം ശാസ്താവ്, ആ ശാസ്താവ് മുഖാമുഖം നിൽക്കില്ല എന്നത് തന്നെയാണ്. കാരണം കണിമംഗലം ശാസ്താവ് ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്. അദ്ദേഹം വടക്കുംനാഥന്റെ ഗുരുവാണ് എന്നാണ് വിശ്വാസ പ്രമാണം, ചരിത്രം പറയുന്നത്, വിശ്വാസം പറയുന്നത്, ഐതിഹ്യ പെരുമ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ മുഖാമുഖം നിൽക്കാതെ അദ്ദേഹം പിന്നീട് മാറിപ്പോവുകയാണ് ചെയ്യുക. ഈ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തെ ഈ മുഖാമുഖം നിൽക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതിന് പിന്നാലെ എത്തുന്ന ചെറുപൂരങ്ങളൊക്കെയും ഈ ഭഗവാന് മുന്നിൽ മുഖാമുഖം നിന്ന് വണങ്ങി തന്നെയാണ് ഈ ഘടകപൂരങ്ങളുടെ വരവറിയിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ ഇതാ വടക്കുംനാഥന്റെ മുന്നിലേക്ക് കണിമംഗലം ശാസ്താവ് എത്തിച്ചേർന്നിരിക്കുന്ന മനോഹരമായ ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ ശക്തന്റെ തട്ടകത്തിൽ അരങ്ങേറുന്ന ഈ മഹോത്സവത്തിന്റെ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായ തൃശ്ശൂർ പൂരത്തിന്റെ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് പൂര വിളംബരം നടന്നത്. ഇപ്പോൾ ഈ ഘടകപൂരത്തിന്റെ ഈ വടക്കുംനാഥന്റെ മുന്നിലേക്ക് എത്തുന്ന